സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പീച്ചിരാമന്റെ ഷട്ടറുകൾ തുറന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. KSTP ചീഫ് എഞ്ചിനീയർ സുജാറാണിയെ മാറ്റി. തൃശൂർ കളക്ടറെ ബന്ദിയാക്കിയ സംഭവത്തിൽ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ 60 പേരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്. മലയോര കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2015 സമരം. തീരക്കടലിൽ നിരോധനം മറികടന്ന് കരവലിയെന്ന അനധികൃത മത്സ്യബന്ധനം. തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചുപെറുക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മഴ കനത്തതോടെ വാഴക്കുട് പ്ലാഴി സംസ്ഥാനപാതയിൽ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടു. റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് കളക്ടർ അറിയിച്ചു. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്കൊഴുകി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായാണ് ഷട്ടറുകൾ തുറന്നത്. 4 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മണലി, കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. പുഴകളിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുവാൻ ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പത്താഴക്കുണ്ട് ഡാം നിറഞ്ഞതിനെ തുടർന്ന് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പരമാവധി ജലസംഭരണ ശേഷി 14 മീറ്ററുള്ള ഡാമിൽ ജലനിരപ്പ് 13 മീറ്ററായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ചീപ്പുചിറ, മിണാലൂർ, കുറ്റിയങ്കാവ്, പെരിങ്ങോടുചിറ വഴി പുഴയ്ക്കൽ എത്തിച്ചേരും. കനത്ത മഴയെ തുടർന്ന് വാഴാനി ഡാം ഷട്ടർ 3 സെന്റിമീറ്റർ കൂടി തുറന്നു. കനത്ത മഴ തുടരുന്നതിനാൽ വടക്കാഞ്ചേരി പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ KSTP ചീഫ് എഞ്ചിനീയറെ മാറ്റി. ചീഫ് എഞ്ചിനീയർ സുജാറാണിയെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD-ആക്കി നിയമിച്ചു. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയർ അൻസാറിനാണ് KSTP ചീഫ് എഞ്ചിനീയറുടെ ചുമതല. KSTP കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. റോഡ് അറ്റകുറ്റപ്പണികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലും ടെൻഡർ ചെയ്തതിലും ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. പാറമേക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ സംസ്ഥാനപാതയുടെ അറ്റകുറ്റപ്പണിയിലാണ് വീഴ്ച വരുത്തിയത്. നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരെ നീക്കം ചെയ്തിരുന്നു. തൃശൂർ കളക്ടറെ ബന്ദിയാക്കിയ സംഭവത്തിൽ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. സ്ത്രീകളും മുതിർന്നവരുമടക്കം 60 പേർ പ്രതിസ്ഥാനത്ത് വന്ന അപൂർവം കേസിലാണ് വിധി. ഒല്ലൂർ മണ്ഡലത്തിലെ മലയോര കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2015 ഓഗസ്റ്റ് 8-നാണ് കളക്ടറായിരുന്ന S. ഷാനവാസിനെ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് ഇരച്ചുകയറി ചേംബർ വളഞ്ഞ് ഉപരോധിച്ചത്. പ്രധാന വാതിൽ പൂട്ടിയതോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് ചേംബറിന്റെ മറ്റൊരു വാതിൽ തുറന്ന് കളക്ടറെ പുറത്തെത്തിച്ചത്. സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ 6 വകുപ്പുകൾ ചുമത്തിയ പോലീസ് വയോധികരും സ്ത്രീകളുമടക്കം 60 സമരക്കാർക്കെതിരെ കേസെടുത്തു. ഇതിലാണ് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമരക്കാർക്ക് അനുകൂലമായ വിധി പറഞ്ഞത്. നടന്നത് ബന്ദിയാക്കലല്ല, പ്രതിഷേധ പ്രകടനമായിരുന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഒല്ലൂരിലെ ഈ മലയോര കർഷകർ ഒരുപാട് കാലമായി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പട്ടയം കിട്ടാതെ 2-3 ജനറേഷൻ മരിച്ചുപോയി. ഇപ്പോഴും ആ പട്ടയം കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രതിഷേധമായിരുന്നു കളക്ടറെ ചേംബറിൻ്റെ മുന്നിൽ അവർ പോയത്. അതൊരു പ്രതിഷേധമാണ്, ഒരു മാനുഷികമായ ജനാധിപത്യമായ പ്രതിഷേധമാണ്. അതിനെ പോലീസും അധികാരികളും വളച്ചൊടിച്ചിട്ട് കലക്ടറെ ബന്ദിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ പാവങ്ങൾക്കെതിരെ കേസെടുത്താണ്. അത് സത്യത്തിൻ്റെ കൂടെയാണ് കോടതി എന്ന് ഈ വിധിയോടുകൂടി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ 60-ൽ പരം ഈ മലയോര കർഷകരെ
കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. കോടതിയിലെത്തിയ സ്ത്രീകളും മുതിർന്നവരും മധുരപലഹാരം വിതരണം ചെയ്താണ് വിധിയെ സ്വീകരിച്ചത്. ഒപ്പം കോടതിയിൽ തങ്ങൾക്കായി ഹാജരായ KPCC സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെയും സമര നേതാക്കളെയും പൊന്നാടയണിയിച്ചും അനുമോദിച്ചു. തങ്ങളുടെ പട്ടയ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ലെന്നും തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇനിയെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വളരെയധികം സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഒരു പൊതുമുതൽ നശിപ്പിക്കാതെ വളരെ ഗാന്ധിയൻ മോഡലിലുള്ള സഹന സമരമാണ് ഞങ്ങൾ നടത്തിയത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി ഞങ്ങളെല്ലാവരെയും വെറുതെ വിട്ടു. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിസ്സാരം മാത്രം കുറച്ച് ആളുകൾക്ക് കണ്ണിൽ പൊടിയിടുന്ന പോലെ കുറച്ച് പട്ടയം കൊടുത്ത് മാത്രം പറഞ്ഞ് പറ്റിക്കുന്ന തരത്തിലേക്കാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഒരു കാരണവശാലും ഈ വിഷയം പരിഹരിക്കുന്നത് വരെ മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് പട്ടയം കിട്ടാത്ത ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന 3 പ്രശ്നങ്ങളാണ്. പട്ടയം കിട്ടാത്ത പ്രശ്നം, ഞങ്ങൾ നട്ടു വളർത്തിയ മാവ്, പ്ലാവ്, പുളി എന്നുള്ള സാധനങ്ങൾ മുറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അഥവാ മുറിച്ചാൽ വണ്ടിയും തൊണ്ടിയും അടക്കമുള്ള സാധനങ്ങൾ ഫോറസ്റ്റുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പിലേക്ക് പോണു. കാട്ടിലുള്ള കാട്ടുമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും കൃഷിക്കാരുടെ മരണത്തിന് പോലും കാരണമാകുന്നു. ഇതെല്ലാം കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്ന രീതിയിലേക്കാണ് സർക്കാരുകളുടെ നീക്കം വരുന്നത്. ദിവസങ്ങളായി കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 800ഓളം വരുന്ന സമരക്കാർ കളക്ടറേറ്റിലേക്ക് മുന്നറിയിപ്പില്ലാതെ ഇരച്ചു കയറിയത്. ബലപ്രയോഗത്തിനൊടുവിലാണ് സമരക്കാരെ പോലീസ് ഒഴിപ്പിച്ചത്. ചേംബർ ഉപരോധിച്ച് നടന്ന സമരത്തിൽ തനിക്ക് പരാതിയില്ലെന്ന് കളക്ടറായിരുന്ന ഷാനവാസിന്റെ നിലപാടും കേസിൽ നിർണായകമായി. TCV തൃശൂർ. തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം വ്യാപകം. നിരോധനം മറികടന്ന് തീരക്കടലിൽ കരവലി എന്ന അനധികൃത മത്സ്യബന്ധനം നടക്കുന്നു. രാത്രി മുതൽ നേരം പുലരും വരെ തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചു പറക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിരോധിത പെലാജിക് വലകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരേ സമയം 2 വള്ളങ്ങളിൽ ഘടിപ്പിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് കരവലി. അവർ 9-25 എഞ്ചിൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ നെറ്റ് വലിക്കുകയാണ്. അത് ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാർ ഈ കരിയത്തുനിന്ന് കിട്ടുന്നതിൻ്റെ ഉള്ളിലാണ്. അത് കുറേ ആളുടെ വലയം കൊണ്ട് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്. അത് കരമൽ കൂടെ ബസ് ഓടുന്ന വേഗതയിലാണ് ഇവർ വലിക്കണത്. ഒരെണ്ണം 2 ആയിരക്കണക്കിന്. ഞങ്ങളും 8-9 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ എന്തെങ്കിലും നീട്ടി ഈ ചെറിയ മീൻ പിച്ചി പൊളിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാനൊന്നും നിവർത്തിയില്ല. എന്താണ് അരിയത്തൊന്നുമില്ല, ഒരു ചെളി അടക്കം വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ പിന്നെ ബോട്ടുകാരെ നിരോധിക്കേണ്ട കാര്യമില്ല. ബോട്ട് വലിക്കണം, ഒരു ബോട്ട് അല്ല വലിക്കണം. ഇത് 2 വഞ്ചി കൂടിയാണ് ഈ വലിക്കണത്. എന്തോരകലത്തിൽ രാത്രികാലങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരക്കടലിൽ എത്തുക പതിവാണ്. ഇവയെ അപ്പാടെ കോരിയെടുക്കുകയാണ് കരവലിക്കാർ ചെയ്യുന്നത്. അനധികൃത മത്സ്യബന്ധനത്തെ ചൊല്ലി കരവലി തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാകാറുമുണ്ട്. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് കരവലി നടത്തുന്നതിലൂടെ ഇവ കൂട്ടത്തോടെ നശിക്കും. നിശ്ചിത വലിപ്പത്തിൽ കുറവുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ വലയിൽ കൂട്ടത്തോടെ അകപ്പെട്ട് ചത്തുപോകുന്ന കുഞ്ഞു മത്സ്യങ്ങളെ കടലിൽ തന്നെ തള്ളുകയാണ് പതിവ്. കടലിന്റെ അടിത്തട്ട് മൺസൂൺ മാസങ്ങളിൽ നിങ്ങൾ ഇളക്കരുത്. പ്രജനനം നടക്കുന്ന മാസമാണ്. ഇപ്പം ഇത് കഴിഞ്ഞാലും നമുക്ക് വേനപ്പാലൊന്നും 10 രൂപയുടെ മീൻ കിട്ടാത്ത അവസ്ഥയിൽ വരും. കടൽ ഇളക്കി മറിക്കുന്ന സ്ഥിതികളാണ്. ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കും ജീവിക്കാം. ഞങ്ങളും മക്കളും ഭാര്യയിലായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. ഇവർക്ക് മാത്രം ഇങ്ങനെ ഇവർ വലിച്ച് ഒരു ട്രിപ്പിലോ 10 ലക്ഷം റുപ്യ 5 ലക്ഷം റുപ്യ കിട്ടിങ്ങായിട്ട് ഇവർ കൊണ്ടുപോയി വെക്കണം. ബാക്കി ആരും ഇവർ ശ്രദ്ധിക്കണില്ല. അധികാരികളും ശ്രദ്ധിക്കണില്ല. പോലീസിനോടും പറയണ്ടേ, ഞങ്ങൾ ഫിഷറീസ് സ്റ്റേഷനോടും പറയണ്ടേ. ഇനി എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും കടലിന്റെ സാഹചര്യം നോക്കി വലയിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരക്കടലിൽ കരവലി നടക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത്തരക്കാർക്ക് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതിയുണ്ട്. കരവലി നിർബാധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വള്ളങ്ങളെ കടലിൽ തടയാനുള്ള ആലോചനയിലാണ് പരമ്പരാഗത തൊഴിലാളികൾ. കരവലിക്കെതിരെ കർശന നടപടി ഉണ്ടാകാത്ത പക്ഷം തീരമേഖലയിൽ സംഘർഷത്തിനും സാധ്യതയുണ്ട്. TCV കൊടുങ്ങല്ലൂർ. മഴ കനത്തതോടെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ അപകട ഭീഷണി. റോഡിന്റെ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലാണ് അപകട ഭീഷണി. സംസ്ഥാന പാതയുടെ പല ഭാഗങ്ങളിലും റോഡിൽ വിള്ളൽ സംഭവിച്ച് അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. കായാമ്പൂവം പ്രദേശങ്ങളിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടിനിൽക്കുന്നതും കാനകളില്ലാതെ വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോകുന്നതും അപകടാവസ്ഥ ഉയർത്തുകയാണ്. ദീർഘവീക്ഷണമില്ലാതെ റോഡ് നിർമ്മാണം നടത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ കുഴികളും വെള്ളക്കെട്ടുമുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. അപകടങ്ങൾ പതിവായ പ്രദേശത്തെ 2 വളവുകളിലും വെള്ളക്കെട്ട് കൂടുതലാണ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ
കാൽനടയായി പോകുന്നവരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതും പതിവാണ്. കാനകളില്ലാത്തതുമൂലം റോഡിനരികിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം റോഡിന് കുറുകെയായി കെട്ടിനിൽക്കുന്നതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സഞ്ചാരം ദുസ്സഹമാവുകയാണ്. TCV ന്യൂസ്, ചേലക്കര. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ, പാവറട്ടി പഞ്ചായത്ത് 1-ാം വാർഡ്, മുള്ളൂർക്കര 11-ാം വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രചാരണ കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി LDF-ന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ റോഡ് ഷോയും പൊതുയോഗങ്ങളും നടത്തി. കൊമ്പത്തുകടവ്, മുള്ളൂർക്കര, പാവറട്ടി, കാളാനി എന്നിവിടങ്ങളിൽ സുമിത ദിലീപ്, KB ജയദാസ്, ബബിത സുരേഷ് എന്നിവരാണ് LDF-നായി മത്സരരംഗത്തുള്ളത്. നസിയ മർസൂഖ്, NS വർഗീസ്, ഷജിനി സന്തോഷ് UDF സ്ഥാനാർത്ഥികളായും ചിന്നു സജീഷ്, K സുരേന്ദ്രൻ, സരിത രാജീവ് എന്നിവർ NDA സ്ഥാനാർത്ഥികളായും മത്സരരംഗത്തുണ്ട്. ചാലക്കുടി പോട്ട ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് ഭർത്താവ് മരിച്ചു. ഭാര്യയ്ക്ക് പരിക്ക്. പോട്ട പാലസ് ആശുപത്രിക്ക് സമീപത്തെ മാളിയേക്കൽ മാളക്കാരൻ പോളിന്റെ മകൻ 32 വയസ്സുള്ള ജീസനാണ് മരിച്ചത്. ഭാര്യ നിമിഷയ്ക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോളോ ടയേഴ്സിൽ ഇലക്ട്രീഷ്യനായിരുന്നു ജീസൻ. ചാലക്കുടി മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ ഭാര്യയോടൊപ്പം പോയതാണ്. സിഗ്നൽ തെറ്റിച്ചെത്തിയ ടെമ്പോ ട്രാവലർ റോഡ് മുറിഞ്ഞുകിടന്ന ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കറുകപ്പുത്തൂർ അഖിലാണം തെക്കേപുരക്കൽ വീട്ടിൽ സുമേഷ്, വാസുദേവൻ, അറക്കൽ വീട്ടിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു സംഘം. എതിരെ വന്നിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. കാറിടിച്ച് കാനയോട് ചേർന്നുള്ള വീടിന്റെ മതിൽ തകർന്നു. കാനയുടെ കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് കാറിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ യാത്രക്കാരെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. അകമല പട്ടാണിക്കാട് പ്രദേശത്തെ വനാതിർത്തിയോട് ചേർന്നുള്ള വീട്ടുവളപ്പിലാണ് ആനയെത്തിയത്. ഇവിടെ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ഈ പ്രദേശത്ത് സ്ഥിരമായി ആന വരുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ നിരവധി തവണ വനംവകുപ്പിൽ അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ഇഞ്ചി, വാഴ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. തെങ്ങ് ഇലക്ട്രിക് ലൈനിലേക്ക് മറച്ചിട്ട നിലയിലാണ്. ഇതിനു മുമ്പേ വന്നിട്ട് അവിടെ തെങ്ങൊക്കെ പടുത്തി കളഞ്ഞു. അപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്ന പരാതി കൊടുത്ത് ഞങ്ങൾ ഇത് അതിൻ്റെ അടുത്ത് വേറെ നല്ല തെങ്ങ് കണ്ടില്ല, ഇത് കണ്ടില്ല എന്നൊക്കെ ചോദിക്കണവർ. ഈ തെങ്ങ് കണ്ടില്ലെന്ന് ഇന്ന് വന്നവരൊക്കെ ചോദിച്ചു പോണത്. ഇതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് സങ്കടം പറയണത്? സങ്കടപ്പെട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത് 217 നഷ്ടപരിഹാരം കിട്ടുമത്രേ. അതിനിപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയാലേ ഇവിടെ കിട്ടണത്? 217 രൂപയ്ക്ക് ഈ തെങ്ങിനൊക്കെ 217 കിട്ടിയാൽ മതിയോ? ഇത് പിടിച്ച് വലിച്ച് തട്ടിയിട്ടിട്ട് പോകണമെങ്കിൽ ലൈനും പൊട്ടി എല്ലാം പൊട്ടി എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാണ്. ആന റോഡ് ഇറങ്ങി നടക്കുക. ഫോറസ്റ്റുകാരൊക്കെ കനത്ത മഴയിൽ തൃശൂർ മുക്കാട്ടുകര മണ്ണുത്തി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. വാഹനഗതാഗതം താറുമാറായി. മുക്കാട്ടുകര പള്ളി മുതൽ മരക്കമ്പനി വരെയുള്ള ഭാഗത്താണ് റോഡിൽ വെള്ളം കയറിയത്. വെള്ളം ഒഴുകിപ്പോകുവാനുള്ള കാനയുടെ വീതി കുറച്ചതാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. പാറളം പഞ്ചായത്തിലെ മുള്ളക്കരയിൽ മിന്നൽ ചുഴലി 5 വീടുകൾക്ക് നാശം സംഭവിച്ചു. മുല്ലക്കര മൂന്നില ക്ഷേത്രത്തിന് സമീപം കൈരളി നഗറിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് ചുഴലിക്കാറ്റ് വീശിയത്. ചിറ്റാട്ടുകരക്കാരൻ ആന്റോ, എടപ്പലത്ത് ചന്ദ്രൻ, എടക്കാട്ടിൽ സുബീഷ്, എടക്കാട്ടിൽ പരമേശ്വരൻ, പഴയടത്ത് ഹരിഹരൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശമുണ്ടായത്. ആന്റോയുടെ വീടിന്റെ മുകളിൽ വലിയ മാവ് വീണു. ചക്കാലയ്ക്കൽ പ്രകാശിന്റെ വീട്ടിലെ ഉപകരണങ്ങൾ തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ വീടിന്റെ മുകളിൽ തെങ്ങ് വീണിരുന്നു. മിന്നൽ ചുഴലി ഉണ്ടായ മുള്ളക്കരയിൽ തകർന്ന വീടുകൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ് കണ്ടത്. കാരണം പെട്ടെന്ന് വീടിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഈ കുടുംബങ്ങൾക്ക് അവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അകത്ത് സർക്കാരോട് ഇപ്പോൾ ചെയ്യുന്ന അടിയന്തരം ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സമയപരിധികളുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടുള്ള കുടുംബക്കാർക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. പക്ഷേ ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല.
കനത്ത മഴയിൽ പാലപ്പള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ. എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞു. സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചുകയറി. കലങ്ങിയ ചെളിവെള്ളം കുത്തിയൊലിച്ചു വന്നതോടെ നാട്ടുകാർ ഉരുൾപൊട്ടിയെന്ന ആശങ്കയിലായി. 15 മിനിറ്റോളം ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കനത്ത നീരൊഴുക്കിൽ എച്ചിപ്പാറ ചക്കുങ്ങൽ നസീറിന്റെ വീട്ടുമുതൽ തകർന്നു. പൂവത്തിങ്കൽ അയ്യൂബിന്റെ വീട്ടിലും എച്ചിപ്പാറ മദ്രസയിലും വെള്ളം കയറി. താമസിയാതെ പാലപ്പള്ളി സെന്ററിലേക്ക് മലവെള്ളം കുത്തിയൊലിച്ചെത്തി. കൊച്ചിൻ മലബാർ റബ്ബർ എസ്റ്റേറ്റിലെ കാനകൾ കവിഞ്ഞാണ് സെന്ററിൽ വെള്ളമെത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡ് വെള്ളക്കെട്ടിലായി. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയിലായി. തോട്ടത്തിലെ കാനകൾ വേണ്ടവിധം ശുചീകരിക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന് ആരോപണമുണ്ട്. ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വെള്ളം തോട്ടത്തിലെ കാനകളിലൂടെ ഒഴുക്കിവിടാൻ കമ്പനി അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുത്തിയൊഴുകിയെത്തുന്ന വെള്ളം റോഡ് തകരാൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. കോടികൾ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുൻപാണ് പാലപ്പള്ളി ചിമ്നി ഡാം റോഡ് നവീകരിച്ചത്. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഷിരൂരിലെത്തി. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുവാനുള്ള തെരച്ചിലിനായി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായാണ് വിദഗ്ധ സംഘം ഷിരൂരിലെത്തിയത്. ഡയറക്ടർമാരായ AJ വിവൻശ്രീ, VS പ്രജീഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത്. സ്ഥലത്ത് ഡ്രഡ്ജിംഗ് യന്ത്രം അനുയോജ്യമാണോ എന്ന് സംഘം പരിശോധിക്കും. ബിസ്ക്കറ്റ് പാക്കറ്റുകളിൽ തൂക്കം കുറവ് ആരോപിച്ച് ഫയൽ ചെയ്ത കേസിലെ വിധിയെ തുടർന്ന് ബ്രിട്ടാനിയ കമ്പനി നഷ്ടവും ചിലവും പലിശയും നൽകി. വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ വീട്ടിൽ ജോർജ് തട്ടിൽ ഫയൽ ചെയ്ത ഹർജിയിലെ വിധിയിലാണ് ബ്രിട്ടാനിയ കമ്പനി തുക കൈമാറിയത്. ജോർജ് തട്ടിൽ വരാക്കര ചുക്രി റോയൽ ബേക്കറിയിൽ നിന്ന് ബ്രിട്ടാനിയ ന്യൂട്രി ചോയ്സ് തിൻ ആരോറൂട്ട് ബിസ്ക്കറ്റ് 2 പാക്കറ്റുകളാണ് വാങ്ങുകയുണ്ടായത്. ഒരു പാക്കറ്റിന് 40 രൂപയായിരുന്നു വില. പാക്കറ്റുകളിൽ രേഖപ്പെടുത്തിയ തൂക്കം 300 ഗ്രാം ആയിരുന്നു. തൂക്കത്തിൽ സംശയം തോന്നിയ ജോർജ് തൂക്കം പരിശോധിച്ചപ്പോൾ ഒരു പാക്കറ്റ് 268 ഗ്രാമും അടുത്തത് 249 ഗ്രാമുമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. തൃശൂർ ഉപഭോക്തൃ കോടതി വിധി പ്രകാരം ബ്രിട്ടാനിയ കമ്പനി 83,967 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേന ഹർജിക്കാരന് നൽകുകയായിരുന്നു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ചേർപ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഞ്ചാവ് ചെടി പറിച്ചെടുത്തു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് വിധവാ ക്ഷേമ സംഘം കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുക, പെൻഷന്റെ പേരിൽ പിരിക്കുന്ന ഇന്ധന സെസ് വകമാറ്റാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മഹിളാ മോർച്ച സംസ്ഥാന ട്രഷറർ സത്യലക്ഷ്മി ധർണ ഉദ്ഘാടനം ചെയ്തു. വിധവാ ക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജാനകി സുധൻ, TC കുമാരി, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ കൊക്കറുണ്ണി പറമ്പിൽ ജീവധനം കാര്യാലയത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ നിർവഹിച്ചു. ബോർഡ് അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര IT മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CSE ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെ 15ാമത് വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. MSME ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CSC വൈസ് പ്രസിഡന്റും സംസ്ഥാന മേധാവിയുമായ സുവിത് വിജയൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ്, പോസ്റ്റ് ഓഫീസ് തൃശൂർ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. അറിയാം അതിന്റെ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തിനും അതിലുപരി വഴികാട്ടിയായിരിക്കുന്നുള്ളത്. എന്നിരുന്നാലും ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം. തൃശൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹിരണ്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണം അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വിജി തമ്പി അധ്യക്ഷത വഹിച്ചു. കവി PN ഗോപികൃഷ്ണൻ, ഐ ഷൺമുഖദാസ്, KJ ജോണി തുടങ്ങിയവർ അനുസ്മരിച്ചു. സംസ്ഥാനം മുഴുവൻ നിപ ഭീതിയിൽ കഴിയുമ്പോൾ ആയിരക്കണക്കിന് വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വെള്ളാറ്റഞ്ഞൂർ ഗ്രാമം.
പ്രദേശത്തുള്ള കൂറ്റൻ മരങ്ങൾക്ക് മുകളിലാണ് വവ്വാലുകൾ താമസിക്കുന്നത്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഇവയുടെ വിസർജ്യം കിണറുകളിലും ശുദ്ധജല ടാങ്കുകളിലും മറ്റിടങ്ങളിലും എത്തുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. മാവ്, തേക്ക്, മഹാഗണി, മട്ടി തുടങ്ങിയ വലിയ വൃക്ഷങ്ങൾക്ക് സമീപം പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഇവ തിരിച്ചെത്തുന്ന അവസ്ഥയാണുള്ളത്. രാത്രിയിൽ വവ്വാലുകളുടെ ശബ്ദവും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഫലങ്ങൾ ഭീതി മൂലം കഴിക്കാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. വർഷങ്ങളായിട്ട് ഈ വവ്വാലുകളോട് താമസമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. കിണറുകളിലൊക്കെ അവർ കാഷ്ടിച്ചിടുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. നിപ്പ വൈറസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വവ്വാലുകളെ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, എരുമപ്പെട്ടി. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ 3 സ്ഥലത്ത് മതിലിടിഞ്ഞു വീണു. എരുമപ്പെട്ടി ഹോപ്പ് സ്കൂൾ, സ്കൈ മണ്ഡപം എന്നിവയുടെ കോമ്പൗണ്ട് മതിലും, തിപ്പല്ലൂർ ശങ്കരൻകാവ് റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മതിലും, വെള്ളറക്കാട് ശ്രീരാമസ്വാമി റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുന്നിലെ മതിലുമാണ് തകർന്നു വീണത്. മഴയിൽ മണ്ണ് ഇടിഞ്ഞതിനെ തുടർന്നാണ് മതിലുകൾ നിലംപൊത്തിയത്. എരുമപ്പെട്ടി, നെല്ലുവായ്, മണ്ടമ്പറമ്പ്, പാടിയോട്ടുമുറി, വെള്ളറക്കാട്, മനപ്പടി, കൂടക്കുടി പ്രദേശങ്ങളിൽ റോഡിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. പല സ്ഥലങ്ങളിലും കാനകൾ അടഞ്ഞതിനെ തുടർന്നാണ് വെള്ളം റോഡിലേക്ക് കയറി ഒഴുകുന്നത്. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് റോഡ് വെള്ളം മൂടിയ അവസ്ഥയിലാണ്. വാഴാനി ഡാം തുറന്നതിനാൽ എരുമപ്പെട്ടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് നെല്ലുവായ് പാടശേഖരത്തിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അന്തിക്കാട് കിഴുപ്പള്ളിക്കരയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ലഹരി ഗുണ്ട മാഫിയകളെ അടിച്ചമർത്തണമെന്നാവശ്യപ്പെട്ട് CPI പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. MP സുരേഷ് അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജനപ്രതിനിധികൾ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ലഹരി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അനന്തു എന്ന ബ്രാവോ കിഴുപ്പള്ളിക്കരയിലെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയതിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആക്രമണം നടത്തിയ പ്രതിയെ കാപ്പ ചുമത്തി നാട് കടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് കിഴുപ്പള്ളിക്കരയിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ രോഗിക്ക് പാമ്പ് കടിയേറ്റു. പാലക്കാട് ഒറ്റപ്പാലം ദേവി കൃപ വീട്ടിൽ ശിവന്റെ മകൻ ദേവിദാസനാണ് നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ സമീപം വെച്ച് കയ്യിൽ കടിയേറ്റത്. ദേവിദാസനെ ട്രോമാ കെയറിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3424 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. KSTP ചീഫ് എഞ്ചിനീയർ സുജാ റാണിയെ മാറ്റി. തൃശൂർ കളക്ടറെ ബന്ധിയാക്കിയ സംഭവത്തിൽ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ 60 പേരെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്. മലയോര കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2015 സമരം. തീരക്കടലിൽ നിരോധനം മറികടന്ന് കരവലിയെന്ന അനധികൃത മത്സ്യബന്ധനം. തീരക്കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചുപെറുക്കുന്ന മത്സ്യബന്ധന രീതി മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മഴ കനത്തതോടെ വാഴക്കുട് പ്ലാഴി സംസ്ഥാനപാതയിൽ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടു. റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.